മരണശേഷം നമുക്ക് എന്ത് സംഭവിക്കും? ഒരു കാലത്തും ആർക്കും തന്നെ ഉത്തരം കണ്ടെത്താനാവാത്ത ഒരു ചോദ്യമാണിത്. അതിന് ഉത്തരം ലഭിക്കണമെങ്കിൽ ശരിക്കും മരണപ്പെട്ട ആരെങ്കിലും ഒക്കെ തിരിച്ചെത്തുക തന്നെ വേണം. എന്നാൽ അത്തരത്തിൽ മരണത്തിൽ നിന്ന് തിരിച്ചെത്തിയ ഒരാളാണ് ബിൽ എഡിസൺ. മരണശേഷം അദ്ദേഹം അനുഭവിച്ച തീർത്തും വിചിത്രമായ ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. മരണത്തെക്കുറിച്ച് മതങ്ങൾക്കിടയിൽ തന്നെ വ്യത്യസ്തമായ പല കാഴ്ചപ്പാടുകളുണ്ട്. അതിനാൽ തന്നെ ജനങ്ങൾ വിശ്വസിക്കുന്നത് മരണം എന്ന് പറയുന്നത് എല്ലാത്തിനും ഒരു അവസാനമാണ് എന്നാണ്. എന്നാൽ മറ്റു ചിലർ ചിന്തിക്കുന്നത് മരണം ഒന്നിനും ഒരു അവസാനമല്ല, മറിച്ച് മറ്റൊരു ജീവിതത്തിന്റെ തുടക്കം മാത്രമാണ്. മരിച്ച ഒരാളെ ഇപ്പോഴത്തെ ഒരു ടെക്നോളജി ഉപയോഗിച്ചും തിരിച്ചു കൊണ്ടുവരാനാവില്ല. അത് ടെക്നോളജി എത്ര വളർന്നാലും അങ്ങനെ തന്നെയാണ്. ചില ആൾക്കാർ അവരുടെ ഹാർട്ട് റേറ്റ് ഒക്കെ നിലച്ചതിനു ശേഷം, അതായത് ക്ലിനിക്കലി മരിച്ചതിന് ശേഷം ഒരു 5-6 സെക്കൻഡ് കഴിഞ്ഞ് ഇലക്ട്രിക് ഷോക്കിന്റെ ഒക്കെ സഹായത്തോടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാറുണ്ട്. അതായത് കുറച്ച് നിമിഷത്തേക്കെങ്കിലും മരണത്തെ മുഖാമുഖം കണ്ടതിന് ശേഷം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നവർ. ഇവർക്കെല്ലാം തന്നെ പറയാനുള്ളത് തീർത്തും അത്ഭുതപ്പെടുത്തുന്ന ചില അനുഭവങ്ങളാണ്. നിയർ ഡെത്ത് എക്സ്പീരിയൻസ് NDE എന്നാണ് ഇതിനെ പറയുന്നത്. പക്ഷെ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായ അനുഭവം കിട്ടിയ ഒരാളെ കുറിച്ചാണ്. ബിൽ എഡിസൺ. 1994 സംഭവം നടക്കുന്നത്. അന്ന് 34 വയസ്സുള്ള ബെൽ അമേരിക്കയിൽ ഫയർ ഫൈറ്ററായി ജോലി നോക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലോസ് ഏഞ്ചൽസ് സിറ്റിയിൽ മാരകമായ ഒരു പകർച്ചവ്യാധി പടർന്നു പിടിക്കുന്നത്. ഒരുപാട് പേർക്ക് ഈ വൈറസ് ബാധിക്കുന്നുണ്ട്. ഒരുപാട് പേർ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ആശുപത്രികളും തിങ്ങി നിറയുകയാണ്. അങ്ങനെ ഇരിക്കെയാണ് ഫയർഫോഴ്സിലേക്ക് ഒരു സ്ത്രീയുടെ കോൾ വരുന്നത്. ആ സ്ത്രീ തീർത്തും അവശയായിരുന്നു. അവർ തന്നെ എങ്ങനെയെങ്കിലും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കണമെന്ന് ഫോണിലൂടെ അഭ്യർത്ഥിച്ചു. അപ്പോൾ തന്നെ ബില്ലും സംഘവും മറ്റൊന്നും ചിന്തിക്കാതെ ആ സ്ത്രീയെ രക്ഷിക്കാനായി ഇറങ്ങി പുറപ്പെട്ടു. അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച, ഒട്ടും അനങ്ങാൻ വയ്യാത്ത അവസ്ഥയിൽ ഒരു ബെഡിൽ കിടക്കുകയാണ് ആ സ്ത്രീ. ബില്ലും സംഘവും പയ്യെ അവരെ എടുത്ത് എഴുന്നേൽപ്പിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. എന്നാൽ ഈ അവസരത്തിൽ രോഗബാധിതയായ ആ സ്ത്രീയുടെ ശ്വാസത്തിൽ നിന്ന് ബില്ലിന് വൈറസ് ബാധിച്ചു. ആദ്യ ദിവസങ്ങളിൽ കാര്യമായ ലക്ഷണങ്ങൾ ഒന്നും തോന്നിയില്ലെങ്കിലും പ്രതിരോധ മരുന്ന് കഴിച്ചു. വീട്ടിൽ തന്നെ കഴിഞ്ഞു. പക്ഷെ ദിവസങ്ങൾ കഴിയുന്തോറും അയാളുടെ അവശത കൂടി വന്നു. ഈ സമയത്ത് അയാളുടെ ബ്ലഡ് പ്രഷർ, പൾസ് ഒക്കെ ഗണ്യമായി കുറയാൻ തുടങ്ങി. തീർത്തും അവശനിലയിലായ ബിൽ ഭാര്യയും കൂട്ടി ആശുപത്രിയിലേക്ക് യാത്ര തിരിച്ചു. എന്നാൽ ആശുപത്രിയിലാണെങ്കിലും സ്ഥിതി അതീവ ഗുരുതരമായിരുന്നു. അവിടെ കാലുകുത്താൻ പോലും സ്ഥലമില്ലായിരുന്നു. ഹോസ്പിറ്റൽ മൊത്തം തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. എന്നിരുന്നാലും ഹോസ്പിറ്റലിലുള്ളവർ പറ്റുന്നത്ര സഹായങ്ങളും ചികിത്സയും ബില്ലിന് നൽകുന്നുണ്ട്. ദിവസങ്ങൾ കഴിയുന്തോറും ബില്ലിന്റെ അവസ്ഥ വീണ്ടും മോശമായിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം ബില്ലിന്റെ അവസ്ഥ അതീവ ഗുരുതരമായി. ബില്ലിന്റെ ഹാർട്ട് റേറ്റ് കുറഞ്ഞു വരികയാണ്. അവസാനം അയാൾ മരണത്തിന് കീഴടങ്ങി. ഇത്രയുമാണ് അടുത്തു കൂടി നിന്നവർക്ക് കാണാൻ സാധിച്ചത്. പക്ഷേ ബിൽ അനുഭവിച്ചത് അത്രയും അത്ഭുതകരമായ സന്തോഷമുള്ള അനുഭവമായിരുന്നു. അന്നേ ദിവസം രാത്രി അയാളുടെ ശരീരം വിട്ട് മെല്ലെ ഉയർന്നു പൊങ്ങാൻ തുടങ്ങി. ചുറ്റും നക്ഷത്രങ്ങൾ കാണാമായിരുന്നു. ഈ നക്ഷത്രങ്ങൾക്കിടയിലൂടെ അയാൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. ഈ അവസരത്തിൽ അയാൾ മനസ്സിലാക്കുന്നു, താൻ സ്വന്തം ശരീരം വിട്ടുകൊണ്ട്, അയാളുടെ വേണ്ടപ്പെട്ടവരെ എല്ലാം വിട്ടുകൊണ്ട്, സന്തോഷവും ദുഃഖവും എല്ലാം വിട്ടുകൊണ്ട് ഒരു വെളിച്ചം കാണുന്ന ദിശയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അയാളുടെ മനസ്സിൽ ദുഃഖത്തിന് പകരം അതീവ സന്തോഷമായിരുന്നു ഉണ്ടായിരുന്നത്. ബിൽ അതിനെ വിശേഷിപ്പിക്കുന്നത് കോസ്മിക് ഓർഗാസം എന്നാണ്. ജീവിതത്തിൽ ഇന്നേ വരെ അനുഭവിച്ചിട്ടുള്ള എല്ലാ സന്തോഷവും ഒരുമിച്ച് വന്ന പോലെ ഒരവസ്ഥയിലായിരുന്നു അത്. വളരെ വിദൂരമായി നോക്കുമ്പോൾ വലിയൊരു വെളിച്ചം ബില്ലിന് കാണാൻ സാധിക്കുന്നുണ്ട്. ആ വെളിച്ചം തന്റെ അടുത്തേക്ക് വരുന്നതായി ബില്ലിന് തോന്നി. ഭയത്തിന് പകരം എത്രയും പെട്ടെന്ന് ആ വെളിച്ചത്തിനകത്തേക്ക് പ്രവേശിക്കണമെന്നായിരുന്നു ബില്ലിന്റെ ആഗ്രഹം. അതിനകത്ത് എന്താണ് ഉള്ളത് എന്നറിയാനുള്ള ആകാംക്ഷയായിരുന്നു ബില്ലിന്. പതിയെ ആ വെളിച്ചം അദ്ദേഹത്തോട് അടുത്തു വരുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ആ വെളിച്ചത്തിനകത്തേക്ക് ബിൽ പ്രവേശിച്ചു. ഈ അവസരത്തിൽ തന്നെ അയാൾ മരിച്ചു കഴിഞ്ഞിരുന്നു എന്ന പൂർണ്ണ ബോധ്യം അയാൾക്കുണ്ടായിരുന്നു. പക്ഷെ ഒരിക്കലും തിരിച്ച് ഭൂമിയിലേക്ക് പോകണമെന്നൊരു ചിന്തയെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉണ്ടായിരുന്നില്ല. വളരെയധികം തിരക്ക് പിടിച്ച ഒരു ദിവസത്തിനു ശേഷം വീട്ടിലേക്ക് പോകുന്ന ഒരു സന്തോഷമായിരുന്നു ബില്ലിനുണ്ടായിരുന്നത്. ഒരു വെള്ള ഹാൾ പോലുള്ള സ്ഥലത്ത് നിൽക്കുന്നതായാണ് ബില്ലിന് തോന്നിയത്. അപ്പോഴാണ് 3 വിചിത്ര രൂപികളായ ആളുകൾ ബില്ലിന്റെ അടുത്തേക്ക് വന്നത്. അവർ വലിയ സന്തോഷത്തോടുകൂടി ബില്ലിനെ നോക്കി. അവർ നന്നായി ചിരിക്കുന്നുണ്ട്. അവർക്ക് ഉയരം നന്നേ കുറവായിരുന്നു. മാത്രമല്ല
വട്ടാകൃതിയിലുള്ള ഒരു രൂപമായിരുന്നു. മൊത്തത്തിൽ അവർക്ക് അതുപോലെ തന്നെ ഒരു പ്രത്യേക തരത്തിലുള്ള കരിമ്പടം കൊണ്ട് അവരുടെ തല മൂടിയിരിക്കുന്നുമുണ്ട്. ഒരുപാട് നേരം ബില്ലിനെ നോക്കിയ ആ 3 പേരും ചിരിക്കാൻ ആരംഭിച്ചപ്പോൾ ബില്ലും പതിയെ അവരുടെ കൂടെ ചിരിക്കാൻ ആരംഭിച്ചു. എന്നിട്ട് അയാൾ ചോദിച്ചു, നിങ്ങൾ 3 പേരും എന്തിനാണ് ഇങ്ങനെ ചിരിക്കുന്നതെന്ന്. അപ്പോൾ അവർ ചോദിച്ചു, നിനക്ക് ഞങ്ങളെ മനസ്സിലായില്ലേ എന്ന്, ഒന്നും ഓർമ്മയില്ലേ എന്നും ചോദിച്ചു. എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് ബില്ല് ചോദിച്ചു. ഈ അവസരത്തിൽ ആ 3 പേരുടെ പുറകിൽ കൂടെ മറ്റൊരു രൂപം കൂടെ കടന്നു വന്നു. താടിയും മുടിയുമൊക്കെ ആയിട്ട് ചിരിച്ച മുഖത്തോടെ നല്ല തേജസ്സുള്ള ഒരാൾ. ആ വ്യക്തി ബില്ലിന്റെ അടുത്തേക്ക് നടന്നു വന്നു. എന്നാൽ ആ വ്യക്തി നടന്നു വന്നപ്പോൾ തന്നെ ഈ 3 പേർ പതിയെ അവിടെ നിന്നും പോകാൻ തുടങ്ങി. അപ്പോൾ തന്നെ ബില്ലിന് മനസ്സിലായി, ഇദ്ദേഹമാണ് ഇവിടത്തെ പ്രധാന ആളെന്ന്. പതിയെ പതിയെ ആൾ ബില്ലിന്റെ അടുത്തേക്ക് വന്നുകൊണ്ടേയിരുന്നു. ഈ അവസരത്തിൽ ബില്ലിന് എന്തെന്നില്ലാത്ത അതിയായ സ്നേഹവും സന്തോഷവും ബഹുമാനവും ഒക്കെ ആ വ്യക്തിയോട് തോന്നുന്നുണ്ടായിരുന്നു. അയാൾ അടുത്തേക്ക് വരുന്തോറും ബില്ലിന്റെ തൊണ്ട വരണ്ട് മുറുകിയതുപോലെ തോന്നി. അയാൾ ബില്ലിന്റെ തൊട്ടടുത്തെത്തിയപ്പോൾ ബിൽ അയാളോട് സംസാരിക്കാൻ തുടങ്ങി. തന്റെ ജീവിതത്തിലെ മനോഹരമായ നിമിഷങ്ങൾ, ഒരുപാട് സന്തോഷമായ നിമിഷങ്ങൾ എല്ലാം തന്നെ ബിൽ ഒന്നും ചോദിക്കാതെ തന്നെ അയാളോട് പറഞ്ഞു. എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ പതിയെ പുഞ്ചിരിക്കാൻ ആരംഭിച്ചു. എന്നിട്ട് പറഞ്ഞു, മതി, ഇനി താങ്കൾക്ക് തിരിച്ചു പോകാമെന്ന്. ഈ അവസരത്തിൽ ബില്ലിന് അതിനോട് യോജിക്കാൻ തീരെ കഴിയുമായിരുന്നില്ല. ബില്ലിന് ഇവിടെ തന്നെ നിൽക്കണമെന്നാണ് ആഗ്രഹം. ബിൽ തന്റെ ആഗ്രഹം മുന്നിലുള്ള ആ മനുഷ്യനോട് അറിയിക്കുകയും ചെയ്തു. പക്ഷേ ചിരിച്ചുകൊണ്ട് ആ മനുഷ്യൻ പറഞ്ഞത്, ഇല്ല, നിങ്ങൾക്ക് സമയമായിട്ടില്ല. പെട്ടെന്ന് തന്നെ ഒരു വലിയ വെളിച്ചം ബിൽ കാണാൻ തുടങ്ങി. ബില്ലിന് താൻ പതിയെ പുറകിലോട്ട് വീഴാൻ പോകുന്നത് പോലെ തോന്നി. മരിച്ചപ്പോൾ ഒരു പ്രകാശത്തിനടുത്തേക്ക് പറന്ന് ഉയർന്ന കണക്ക് തോന്നിയെങ്കിൽ ഇപ്പോൾ ഇരുട്ടിലേക്ക് വീഴുന്നത് പോലെയാണ് ബില്ലിന് അനുഭവപ്പെട്ടത്. ബിൽ പതിയെ പതിയെ തന്റെ കണ്ണുകൾ തുറക്കാൻ ആരംഭിക്കുകയാണ്. ഒരു നീണ്ട മയക്കത്തിൽ നിന്നോണം ഇപ്പോൾ അയാൾ കിടക്കുകയാണ്. ഒരു ആശുപത്രി ബെഡിലായിരുന്നു അയാൾ കിടക്കുന്നത്. തൊട്ടടുത്തായി ഒരു നേഴ്സ് നിൽക്കുന്നുണ്ട്. ഇദ്ദേഹം കണ്ണു തുറക്കുന്നത് കണ്ട് ആ നേഴ്സ് വളരെയധികം അത്ഭുതപ്പെട്ടു. വളരെ അത്ഭുതത്തോടെ, ആശ്ചര്യത്തോടെ, നിങ്ങൾക്ക് എങ്ങനെ ജീവൻ തിരിച്ചു കിട്ടിയെന്ന് ആ നേഴ്സ് ചോദിക്കുന്നുണ്ട്. എനിക്ക് എന്താണ് സംഭവിച്ചത് എന്ന് ബിൽ ചോദിച്ചപ്പോൾ, നിങ്ങൾ മരിച്ചു എന്നാണ് ഞങ്ങൾ കരുതിയത് എന്നാണ് ആ നേഴ്സ് പറഞ്ഞത്. പെട്ടെന്ന് തന്നെ ആ നേഴ്സ് ഡ്യൂട്ടിയിലുള്ള ഡോക്ടറെ വിളിച്ചു വരുത്തി. ആ നേഴ്സിനോട് എല്ലാം പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ താൻ ഉറക്കത്തിൽ കണ്ട സ്വപ്നമാണോ അതോ ശരിക്കും ഇതെല്ലാം യാഥാർത്ഥ്യമാണോ എന്നൊന്നും തിരിച്ചറിയാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ബിൽ അവിടെ ഒന്നും മിണ്ടാതെ കിടന്നു. ഇതുപോലെ തന്നെ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് അനുഭവിച്ചിട്ടുള്ള പല ആളുകൾ പല തരത്തിലുള്ള അനുഭവങ്ങളാണ് പങ്കിടുന്നത്. എന്നാലും ഭൂരിപക്ഷം പറഞ്ഞത് അവരുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള ഏറ്റവും മനോഹരമായ കാഴ്ചകൾ കണ്ണിലൂടെ മിന്നി മറഞ്ഞു പോകുന്നു എന്നാണ്. എന്തു തന്നെ ആയാലും ഇതെല്ലാം ശരിക്കും സംഭവിച്ചതാണോ അല്ലെങ്കിൽ ഉപബോധ മനസ്സിന്റെ തോന്നലാണോ എന്നുള്ളത് ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. മരണശേഷം നമുക്ക് എന്ത് സംഭവിക്കുമെന്നുള്ളത് ഇപ്പോഴും ഒരു വലിയ ചോദ്യചിഹ്നം തന്നെയാണ്. എത്ര ടെക്നോളജി വളർന്നാലും ഇതിനൊരു ഉത്തരം കണ്ടുപിടിക്കാൻ സാധിക്കുമോ എന്നുള്ളത് സംശയമാണ്. ഈ ഒരു അനുഭവത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾക്കറിയാവുന്നവർക്ക് അല്ലെങ്കിൽ എവിടെയെങ്കിലും വായിച്ചതായോ നിങ്ങൾക്ക് അറിയാവുന്ന ആർക്കെങ്കിലും ഇങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ മറ്റുള്ളവർ തങ്ങൾക്ക് ഇങ്ങനെയെല്ലാം സംഭവിച്ചു എന്നുള്ള ഒരു കാര്യം നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്കത് വിശ്വസിക്കാനാകുമോ? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. ഇതൊക്കെ സത്യമാണ്, ഇങ്ങനെയെല്ലാം സംഭവിക്കും എന്ന് വിശ്വസിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അതിനുള്ള കാരണം എന്താണെന്നുള്ളതും കമന്റിൽ പറയുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.